നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കണക്ക് മരണത്തിന്റെ കണക്കാണ്. എന്താണ് മരണത്തിന്റെ കണക്ക്? മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒട്ടും നേരം കളയേണ്ട, നമുക്ക് ആ ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഞാൻ പഠിപ്പിച്ചു തരാം. ചോദ്യം ഇതാണ്: മോക്ഷയുടെ മരണശേഷം കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 25 കിലോമീറ്റർ ആണെങ്കിൽ ദൈവത്തിന്റെ വീട്ടിലേക്ക് കാറ്റിനെതിരെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിലാണ് മോക്ഷയുടെ ആത്മാവ് സഞ്ചരിക്കുന്നത്. അവളുടെ ആത്മാവ് കാറ്റിനൊപ്പം 345 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ ആകെ എടുത്ത സമയം കണ്ടെത്തുക. നല്ലൊരു ചോദ്യം അല്ലേ? കറക്റ്റ് ഈ സമയത്ത് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. മോക്ഷയുടെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പേടിക്കണ്ട, ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാലും ഒരു മാർക്ക് നമുക്ക് നേടിയെടുത്തേ പറ്റുമെന്നുള്ളതാണ്. PSC പല രീതിയിലുള്ള പരീക്ഷണങ്ങളുമായിട്ട് വരും, അതിലൊന്നും നമ്മൾ തളർന്നു വീഴില്ല. ഈ ടൈപ്പ് ചോദ്യം എന്ന് പറയുമ്പോൾ ഇതൊരു ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റും. ഒരാൾ സഞ്ചരിക്കുകയാണ്, യാത്ര ചെയ്യുകയാണ്, കാറ്റിനൊപ്പം സഞ്ചരിക്കുന്നു, കാറ്റിനെതിരായിട്ട് സഞ്ചരിക്കുന്നു, വ്യത്യസ്തമായിട്ട് സ്പീഡുകളിൽ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഭാഗത്തു നിന്നായിരിക്കും വരുന്നുണ്ടാവുക? അതെ, ഇത് തീർച്ചയായിട്ടും നമുക്ക് സ്പീഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ നമ്മളൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറഞ്ഞൊരു ഭാഗം ചെയ്തിട്ടുണ്ട് അല്ലേ? ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുക, ഒഴുക്കിനെതിരെ സഞ്ചരിക്കുക എന്നുള്ള രീതി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു കണക്കും വരുന്നത്. ഇവിടെ നമ്മുടെ ബോട്ടിന്റെ ഒഴുക്കിനെതിരെ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ കാറ്റാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. മോക്ഷ മരിച്ചതിന് ശേഷം മോക്ഷ പോവാണ്. എവിടേക്ക്? ദൈവത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. ദൈവത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാറ്റിനെതിരെയാണ് സഞ്ചരിക്കുന്നത് മോക്ഷ. കാറ്റിനെതിരെ സഞ്ചരിക്കുന്നത് കൊണ്ട് മോക്ഷയുടെ ഫുൾ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. വെറും 65 കിലോമീറ്റർ വേഗതയിലാണ് മോക്ഷയ്ക്ക് പോകാൻ പറ്റുന്നത്. കാറ്റ് സഞ്ചരിക്കുന്നതാണെങ്കിലോ 25 കിലോമീറ്റർ വേഗതയിലാണ്. അങ്ങനെയാണെങ്കിൽ 345 കിലോമീറ്റർ കവർ ചെയ്തിട്ട് വേണം മോക്ഷയ്ക്ക് ദൈവത്തിന്റെ അടുത്ത് എത്താനായിട്ട്. ഇനി കാറ്റ് മോക്ഷനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് മോക്ഷയ്ക്ക് അവിടെ എത്താൻ പറ്റുന്നതാണ്? ഒരു വല്ലാത്തൊരു ചോദ്യം പോയി അല്ലേ? അപ്പൊ ശരി, നമുക്ക് എന്തായാലും ചെയ്യാൻ നോക്കാം. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? കാറ്റിന്റെ വേഗത ഇവിടെ തന്നിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ? അപ്പൊ അത് നമുക്കൊന്ന് എഴുതാം. കാറ്റിന്റെ വേഗത എന്ന് പറയുന്നത് 25 km/h ആണ് അല്ലെ? 25 km/h ആണ്. ഈ കാറ്റ് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഘടകമാണ്. കാറ്റിന് വേണമെങ്കിൽ നമ്മുടെ യാത്രയെ സഹായിക്കാം, അല്ലെങ്കിൽ നമ്മുടെ യാത്രയെ മുടക്കാം. എങ്ങനെയാണ് കാറ്റ് നമ്മൾ സഹായിക്കുക? നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ തന്നെ വരികയാണെങ്കിൽ കാറ്റ് നമ്മൾ പതുക്കെ അങ്ങോട്ട് പുഷ് ചെയ്ത് കൊണ്ടു. പക്ഷെ ആ കാറ്റ് നമ്മുടെ യാത്രയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ കാറ്റ് എന്ത് ചെയ്യും? നമ്മുടെ യാത്രയുടെ സ്പീഡ് കുറയ്ക്കുന്നതാണ്. ഇവിടെയും അത് തന്നെയാണ് സഞ്ചരിച്ചത്. മോക്ഷ മരിച്ചതിന് ശേഷം മോക്ഷയുടെ സ്പീഡിൽ, മോക്ഷ ഇപ്പോൾ ഒരു സൂപ്പർമാൻ ആണെന്ന് വിചാരിക്കും. മോക്ഷയുടെ സ്പീഡിൽ മോക്ഷ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മോക്ഷയ്ക്ക് ഫുൾ സ്പീഡോടെ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? 25 കിലോമീറ്റർ വേഗതയുള്ള ഒരു കാറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന് അടിക്കുന്നത് കാരണം മോക്ഷയ്ക്ക് 65 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ കാറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന് അടിച്ചില്ല എങ്കിൽ മോക്ഷയുടെ യഥാർത്ഥ സ്പീഡ് എത്രയായിരിക്കും? മോക്ഷയുടെ യഥാർത്ഥ സ്പീഡ് അല്ലെ, 25 കിലോമീറ്റർ വേഗതയുള്ള കാറ്റ് വന്ന് അടിച്ചില്ലെങ്കിൽ മോക്ഷയുടെ യഥാർത്ഥ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 65 + 25 ആയിരിക്കും, അഥവാ 90 km/h ആയിരിക്കും. 90 km/h വേഗതയിലാണ് മോക്ഷ സാധാരണ സഞ്ചരിക്കുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു? 25 കിലോമീറ്റർ വേഗതയിലെ കാറ്റ് വന്ന് അടിച്ചു. അത് വന്ന് അടിച്ചത് കൊണ്ട് മോക്ഷയ്ക്ക് വെറും 65 കിലോമീറ്റർ വേഗതയിലാണ് പോകാൻ സാധിച്ചുള്ളതെന്നാണ്. ഇനി ചോദ്യത്തിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ 345 കിലോമീറ്റർ സഞ്ചരിക്കാനാണ്. അഥവാ ഈ കാറ്റ് മോക്ഷയെ സഹായിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് മോക്ഷയെ കാറ്റ് സഹായിക്കാൻ പറ്റുക? ഇത്രയും നേരം മോക്ഷയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കാറ്റ് വന്നിരിക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് അവിടെ വേഗത കുറഞ്ഞു എന്നുള്ളതാണ്. ഇനി മോക്ഷ പോകുന്ന വഴിയെ തന്നെയാണ് കാറ്റ് വരുന്നതെങ്കിൽ മോക്ഷയുടെ യാത്രേനെ പിന്നിൽ നിന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? മോക്ഷയുടെ വേഗത കൂടുമെന്നുള്ളതാണ് അല്ലെ? ഒഴുക്കിന് അനുകൂലം ഒഴുക്കിന് പ്രതികൂലം എന്ന് പറയുന്നത് പോലെയാണ്. മോക്ഷയുടെ ഒപ്പം തന്നെയാണ് കാറ്റ് വരുന്നതെങ്കിൽ അവിടെ അനുകൂലമായിട്ടൊരു വേഗതയാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മോക്ഷയുടെ യഥാർത്ഥ സ്പീഡ് എന്ന് പറയുന്നത് 90 km/h ആണ്. അപ്പൊ മോക്ഷയുടെ ഒപ്പം തന്നെയാണ് കാറ്റ് വരുന്നതെങ്കിൽ, അഥവാ മോക്ഷയ്ക്ക് അനുകൂലമായിട്ടാണ് കാറ്റ് വരുന്നതെങ്കിൽ, അനുകൂലമാണെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ സ്പീഡ് വരിക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മോക്ഷയുടെ യഥാർത്ഥ സ്പീഡിന്റെ ഒപ്പം കാറ്റിന്റെ വേഗതയും കൂടി നമ്മൾ കൂട്ടുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ മോക്ഷയ്ക്ക് അനുകൂലമായിട്ടാണ് കാറ്റ് വരുന്നതെങ്കിൽ മോക്ഷ എന്ത് സ്പീഡിലോടെ എത്തും? 115 km/h സ്പീഡിൽ മോക്ഷയ്ക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണ്?
ഇനി മോക്ഷയുടെ യാത്ര ദൂരം എത്രയാണ് വരുന്നത്, അതും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. യാത്രാ ദൂരം വരുന്നത് 345 ആണ്. അങ്ങനെയാണെങ്കിൽ കാറ്റിന്റെ സഹായത്തോടു കൂടി 115 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മോക്ഷയ്ക്ക് 345 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര സമയമെടുക്കും? നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അഥവാ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്കിവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെന്നാണ് അല്ലെ. 345 എന്ന് പറയുന്നത് നമുക്കിവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്പീഡും നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാന്ന് പറയുന്നവര്? സ്പീഡ് എന്ന് പറയുന്നത് 115 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സമയം നമുക്ക് കണ്ടെത്തിക്കൂടെ? തീർച്ചയായിട്ടും കണ്ടെത്താം അല്ലെ. അപ്പൊ എന്താണ് വരിക? സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ടുള്ള 345 ഡിവൈഡഡ് ബൈ 115 അഥവാ 3 മണിക്കൂറാണ്. ഓക്കെ, അപ്പൊ മരണം സംഭവിച്ച മോക്ഷ എത്രയും പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.